ഓക്കെ ഓക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നോക്കാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SSCക്ക് ചോദിക്കുന്ന റൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് സിംപ്ലിക്കേഷനിൽ വരുന്നതാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൂട്ട് വരുന്ന ടൈപ്പ് മോഡൽ. അപ്പോൾ അതിൽ ആദ്യത്തെ വരുന്നതാണ് നമ്മുടെ ഒരു എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഇൻറ്റു എ റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ ഇൻറ്റു ഈ ഒരു ടൈപ്പ് അപ് ടു ഇൻഫിനിറ്റി. ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് എ 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 അങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് പോകുന്ന ടൈപ്പ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സ് ഇസിക്കൽ ടു എ ആണ്. ഇതാണ് ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. ഇനി അതെങ്ങനെ വന്നു എന്നറിയണമല്ലോ. നമ്മൾ സപ്പോസ് ഇതിനെ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു ഇത് എക്സ് ആണെങ്കിൽ എനിക്ക് ഈ ബാക്കിയുള്ള ഇത്രയും ടേമിനെയും എനിക്ക് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഇത് ഇൻഫിനിറ്റ് ആണ്. അങ്ങോട്ടേക്ക് ഈ സീരീസ് നീണ്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തെന്ന് വിചാരിച്ചു. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എ എക്സ് എന്ന് പറഞ്ഞു വരും. ഇവിടുത്തെ ഈ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എ ആയിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യനിനകത്ത് റൂട്ട് ഓഫ് 12 റൂട്ട് അതിൻ്റെ അകത്ത് 12 ഇങ്ങനെ 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 നീണ്ടു പോവാന്ന് വിചാരിച്ചു എക്സ് ഇസിക്കൽ ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും, എക്സ് ഇസിക്കൽ ടു 12 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇതാണ് ആ ഒരു കേസിൽ വരുന്ന ആദ്യത്തെ മോഡൽ. ഇനി രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് കണ്ടത്. ഇനി അഡിഷൻ്റെ കേസ് ഉണ്ട്. എക്സ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് അപ് ടു ഇൻഫിനിറ്റി. ഇതെല്ലാം ഇൻഫിനിറ്റിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 4a പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. റൂട്ട് ഓഫ് 4a പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ആണ് ഇതിൻ്റെ എന്തെന്ന് വരുന്നത്, ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ പ്ലസ് ഇത് ഇൻഫിനിറ്റ് ടേംസ് ആണല്ലോ. അപ്പോൾ ഈ വരുന്ന ടേമിന് ഇങ്ങോട്ടേക്ക് വരുന്ന ടേമിന് എനിക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിൽ നിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ് വരും ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെഗറ്റീവ് ബി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അതായത് ഇതിനെ എ എക്സ് പ്ലസ് ബി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നെഗറ്റീവ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 × 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4a സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 × സ്ക്വയർ 1 ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. സിക്ക് പകരം ഇവിടെ എത്ര കിടക്കുന്നത്, -a കിടക്കുന്നത്. ഓക്കെ, മൈനസ് എ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1. ഇത് ചെയ്ത് വരുമ്പോൾ എത്ര വരും, 4a പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് വരും അല്ലേ. പ്ലസ് ഓർ മൈനസ് നമ്മളത് പ്ലസ് ആണ് എടുക്കുന്നത്. 4a പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇത് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് 4a പ്ലസ് 1 പ്ലസ് 1 ബൈ പ്ലസ് റൂട്ട് ഓഫ് 4a പ്ലസ് 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ കിട്ടുന്നത്.
അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുവാണ് റൂട്ട് ഓഫ് 31 പ്ലസ് 31 പ്ലസ് 31 റൂട്ട് ഓഫ് 31 പ്ലസ് അപ് ടു ഇൻഫിനിറ്റി എന്ന് ചോദിച്ചെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 4 ഇൻറ്റു എ, 4 ഇൻറ്റു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വാല്യൂ, പ്ലസ് 1, പിന്നെന്താ റൂട്ടിന് വെളിയിലൊരു 1 ഡിവൈഡ് ബൈ 2, അതായത് ഇവിടെ 124 125 എന്ന് പറഞ്ഞ് വരും. റൂട്ട് 125 പ്ലസ് 1/2 ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ 31 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് അടുത്തടുത്ത രണ്ട് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പറാണ്. ഓക്കെ, ഇതിൽ എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ 6 അല്ലെങ്കിൽ 12 ഇതുപോലുള്ള നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇതിനെല്ലാം നമുക്ക് അടുത്തടുത്ത രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ n×n+1 എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനത്തെ വരുന്നതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിന്, നമ്മൾ ഈ ചെയ്യുന്ന ഒരു മെത്തേഡിനെ ബേസ് ചെയ്ത് തന്നെയാണ് അത് കിടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് x = റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 അപ് ടു ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞ് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 6 പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാം, അല്ലേ? റൂട്ട് 6 പ്ലസ് എക്സ് എന്ന് എഴുതാം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് x² = 6 പ്ലസ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ x² - 6 പ്ലസ് 6 = 0 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, പ്ലസ് = 0. അപ്പോൾ കുറയ്ക്കുമ്പോൾ അല്ല -6 = 0. അപ്പോൾ കുറയ്ക്കുമ്പോൾ -1ഉം കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം എത്ര വരും? x - 3 ഇൻറ്റു x - 2 എന്ന് നമുക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാം, = 0. x + 2 = 0 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് എത്ര കിട്ടും? 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, -2 എടുക്കണ്ട, 3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം, അടുത്തടുത്ത ചില നമ്പർ നമുക്ക് അടുത്തടുത്ത രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. പോസിറ്റീവ് അല്ല, വലിയ വാല്യൂ എടുക്കണം. ഇപ്പോൾ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2×3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. സപ്പോസ് അത് നെഗറ്റീവ് ആണെങ്കിൽ, ഈ സൈനെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സൈനെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ചെറിയ വാല്യൂ എടുക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ x = റൂട്ട് ഓഫ് 6 മൈനസ് വീണ്ടും 6 മൈനസ് റൂട്ട് ഓഫ് 6 മൈനസ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും? x = റൂട്ട് ഓഫ് 6 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ x² = 6 മൈനസ് എക്സ് എന്ന് എഴുതാം. x² പ്ലസ് 6 പ്ലസ് എക്സ് മൈനസ് 6 = 0 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരും? x + 3 ഇൻറ്റു x - 2 എന്ന് പറഞ്ഞ് വരത്തില്ലേ, = 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ മൈനസ് എടുക്കണ്ട, അപ്പോൾ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിൽ നിന്നാണ് ആക്ച്വലി ആ ഒരു ഷോർട്ട് കട്ട് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിപ്പോൾ അടുത്തടുത്ത് ബന്ധമുള്ള നമ്പറാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. x = റൂട്ട് ഓഫ് a പ്ലസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, മൈനസിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് എങ്കിൽ, ഈ ഒരു ഫോർമാറ്റിലാണ് എങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ഫോർമാറ്റിലാണ് എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനില്ലേ, 4a + 1 + 1/2 ഇല്ലേ, അതിനകത്ത് ആക്ച്വലി ഈ ഒരു സാധനം അങ്ങ് മൈനസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ ഒരു സാധനം മൈനസ് ആക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി അത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ x = റൂട്ട് a മൈനസ് എക്സ് എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ x² എന്ന് വെച്ച് കഴിഞ്ഞാൽ a - x എന്ന് എനിക്ക് എഴുതാം. അല്ലെങ്കിൽ x എന്ന് വെച്ച് കഴിഞ്ഞാൽ x² - x പ്ലസ്
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എ ഈക്വൽ ടു 0 എന്ന് എനിക്ക് പറഞ്ഞു എഴുതാം. ഓക്കെ, മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോഴത്തേക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് 4a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 4ac കോൺസ്റ്റൻറ്റ് മൈനസ് എ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. അവിടെ ചെയ്തു വരുമ്പോൾ എത്ര വരും? 4a, റൂട്ടിൻ്റെ അകത്ത് 4a പ്ലസ് 1 വരും, റൂട്ടിൻ്റെ അകത്ത് 4a പ്ലസ് 1 വരും, മൈനസ് 1 വരും, ബൈ 2 വരും. അതായത് നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ്റെ എന്തായിട്ട് വരും? ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുള്ള ആൻസർ ആയിട്ട് വരും. ഇതാണ് ആ രണ്ടാമത്തെ കേസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്ത് മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത്, ഇതിൽ തന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വാല്യൂ, മൂന്നാമത്തെ കേസ്, റൂട്ട് വെച്ചിട്ടുള്ളതിൽ മൂന്നാമത്തെ കേസാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് റൂട്ട് എയിൻ്റെ വാല്യൂ 13 പ്ലസ് റൂട്ട് 13 പ്ലസ് റൂട്ട് 13 ഇങ്ങനെ അപ് ടു ഇൻഫിനിറ്റി തന്നെന്ന് വിചാരിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ബിൻ്റെ വാല്യൂ റൂട്ട് 13 പ്ലസ് മൈനസ് റൂട്ട് 13 മൈനസ് റൂട്ട് 13 അപ് ടു ഇൻഫിനിറ്റി തന്നെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എപ്പോഴും 1 ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എയിൻ്റെ വാല്യൂ നമുക്കറിയാം, എന്ത് വരും? 4a പ്ലസ് 1 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞ് വരും. ബിൻ്റെ വാല്യൂ എത്ര വരും നമുക്കറിയാം? 4a പ്ലസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞ് ബൈ 2 എന്ന് പറഞ്ഞ് അറിയാം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് വന്നില്ലേ? അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് ഇതും ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 1, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, സോറി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2/2 എന്ന് പറഞ്ഞു കിട്ടും. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞു കിട്ടും? 1 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് അതിൽ അടുത്തൊരു കോൺസെപ്റ്റായിട്ട് നമുക്ക് വരുന്നത്, റൂട്ടിൻ്റെ കേസിൽ അടുത്ത ഒരു കോൺസെപ്റ്റായിട്ട് വരുന്നത്. ഇനി വേറൊരു കോൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്ലസ് ചോദിച്ചു, മൈനസ് ചോദിച്ചു, ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ചില സമയത്ത് ചോദിക്കാറുണ്ട്. കോമ്പിനേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് മൈനസ് റൂട്ട് എ മൈനസ് ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് വരുന്ന കേസാണെന്ന് വിചാരിച്ചോ. ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് വരുന്ന കേസാണെന്ന് വിചാരിക്കുമോ. ഇതിൽ ആദ്യം പ്ലസ് വന്നു, രണ്ടാമത് നെഗറ്റീവ് വന്നു. അങ്ങനത്തെ കേസാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യണം. പക്ഷേ ഇവിടെ 2 പ്രാവശ്യം റൂട്ട് വരും അല്ലേ. നമുക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിൽ മാത്രമേ എക്സ് എന്ന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ എടുത്തിട്ട് വീണ്ടും ഒരു സ്ക്വയർ എടുക്കേണ്ടി വരും. ഞാനതിപ്പോൾ ചെയ്യാൻ നിൽക്കുന്നില്ല, ഇതിൻ്റെ ഷോർട്ട് കട്ട് മാത്രം പറഞ്ഞുതരാം. 4a മൈനസ് 3 പ്ലസ് 1/2 ആയിരിക്കും എന്ത്? ഇതിൻ്റെ വാല്യൂ. റൂട്ട് ഓഫ് 4a മൈനസ് 3 പ്ലസ് 1/2 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇത് ഹോൾ ഡിവൈഡർ ബൈ ആണ്. അതേസമയം ആദ്യം നെഗറ്റീവ് ഇവിടെ റൂട്ട് എ മൈനസ് ആണ് ആദ്യം വന്നെങ്കിൽ, മൈനസ് പ്ലസ് എന്ന കോമ്പിനേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം മൈനസ് ആണെങ്കിൽ 4a മൈനസ് 3 മൈനസ് 1/2 ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മോഡലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്കതൊന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, പ്രോഡക്റ്റ് എടുക്കുന്ന കേസിൽ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് എന്താ പറഞ്ഞ? പ്രോഡക്റ്റ് എടുക്കുന്ന കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ട് വന്ന് പ്രോഡക്റ്റ് എടുക്കുന്ന കേസിൽ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ എന്താ പറഞ്ഞ? എ എന്നാ പറഞ്ഞു. ഇനി പ്ലസ് വരുന്ന കേസിൽ നമ്മൾ റൂട്ട് ഓഫ് 4a പ്ലസ് 1 പ്ലസ് 1/2 നോർമൽ കേസിൽ, അതായത് നമ്മുടെ നമ്പറിനെ അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ. അതേസമയം അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പർ, അതായത് 3 × 2 6, അതേപോലെ അതിൻ്റെ 3 × 4 12, അതേപോലെ 4 × 5 20,
5 × 6 30 ഇതേപോലെയൊക്കെയുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ പ്ലസിൻ്റെ കേസിൽ ഇത് പ്ലസ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ നമ്പർ എടുക്കുക. മൈനസ് ആണ് ചോദിച്ചതെങ്കിൽ ചെറിയ നമ്പർ എടുക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ കേസ് പറഞ്ഞത് 2 പ്ലസും മൈനസും നമ്മൾ തന്നിട്ട് അത് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൻസർ A-B 1 ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആയിട്ട് വന്നിട്ടുള്ള. ലാസ്റ്റ് പറഞ്ഞ കേസൊന്നും നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. കൂടുതലും ഈ അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്നത്.